അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. പൊന്നുവിന് ഇപ്പോൾ മകന്റെ 4 ഇരട്ടി വയസ്സാണ്. 4 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 48 ആവും. എങ്കിൽ പൊന്നുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻസ് ഉണ്ട്: 8, 32, 6, 24. ഓക്കെ. പൊന്നുവിന് ഇപ്പോൾ മകന്റെ 4 ഇരട്ടി വയസ്സാണ്. അപ്പൊ മകന്റെ വയസ്സ് എം ആണെന്ന് എടുക്കാം. പൊന്നുവിന്റെ വയസ്സ് പി ആണെന്ന് എടുക്കാം. അപ്പൊ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മകന്റെ വയസ്സിന്റെ 4 ഇരട്ടിയാണ് ഇപ്പൊ പൊന്നുവിന്റെ വയസ്സ്. അപ്പൊ പി എന്ന് പറയുന്നത് എത്രയാണ്? മകന്റെ വയസ്സിന്റെ 4 ഇരട്ടിയാണ്. ഇനി പറഞ്ഞു 4 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 48 ആവും. 4 വർഷം കഴിഞ്ഞാൽ മകന്റെ വയസ്സ് എത്രയാവും? അതിനോടൊരു 4 കൂടും. പൊന്നുവിന്റെ വയസ്സ് എത്രയാവും? അതിനോടൊരു 4 കൂടും. ഇപ്പോൾ ഉള്ളത് എം ആണ്. 4 വർഷം കഴിഞ്ഞാൽ ഒരു 4 കൂടും. ഇപ്പോൾ ഉള്ളത് പി ആണ്. ആരുടെ? പൊന്നുവിന്റെ. അതിനോടും ഒരു 4 കൂടും. പിന്നെ പറഞ്ഞ റിലേഷൻ എന്താണ്? ആ സമയത്ത് 4 വർഷം കഴിഞ്ഞ ആ സമയത്ത് ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാവും എന്ന് പറഞ്ഞു? 48 ആവും എന്ന് പറഞ്ഞു. അതായത് ഈ കണ്ടീഷനിൽ ഈ രണ്ട് വയസ്സുകളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 48 കിട്ടും. അതായത് എം പ്ലസ് 4 പ്ലസ് പി പ്ലസ് 4 ഈക്വൽ ടു 48. അപ്പോൾ എം പ്ലസ് പി പ്ലസ് ഈ 4 4 കൂടിയ 8 ഈക്വൽ ടു 48. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? എം പ്ലസ് പി ഈക്വൽ ടു ഈ 8 ഇങ്ങോട്ട് പോയാൽ -8, 48 8 പോയാൽ 40. അപ്പോൾ എം പ്ലസ് പി ഈക്വൽ ടു 40 എന്ന് കിട്ടി. പിന്നെ ഉള്ള റിലേഷൻ എന്താണ്? പി ഈക്വൽ ടു എം ഇൻറ്റു 4 എന്നാണ്. അപ്പൊ പിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 4m. എം ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4m എന്ന് കൊടുക്കാം. അപ്പൊ പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 4m എന്ന് കൊടുക്കാം. ഈ എം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ എം പ്ലസ് 4m ഈക്വൽ ടു 40 എന്ന് കൊടുക്കാം. അതായത് 5m ഈക്വൽ ടു 40. എം ഈക്വൽ ടു 40/5 ഈക്വൽ ടു 8. അപ്പൊ മകന്റെ ഇപ്പോഴത്തെ പ്രായം 8 ആണ്. അപ്പോ പൊന്നുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയായിരിക്കും? ഇതാ പറഞ്ഞിട്ടുണ്ട്, പൊന്നുവിന് ഇപ്പോൾ മകന്റെ 4 ഇരട്ടി വയസ്സാണ്. അപ്പൊ മകന് ഇപ്പോൾ 8 ആണെങ്കിൽ പൊന്നുവിന് അതിന്റെ 4 ഇരട്ടി, അതായത് 4 × 8 ഈക്വൽ ടു 32 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ കൂടെ റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ എന്താണ്? 4 വർഷം കഴിഞ്ഞാൽ മകൻ എത്രയാവും? 12 ആവും. പൊന്നുവിന് എത്രയാവും? 36 ആവും. 32 4 36. 4 വർഷം കഴിഞ്ഞാൽ ഇവരുടെ തുക എത്രയാവണം? 48 ആവണം. 12 36 കൂട്ടിയാൽ എത്രയാണ്? 48 ആണ്. അപ്പൊ ആ കണ്ടീഷനും ഓക്കെ ആണ്. അപ്പൊ ഉത്തരം 32.